ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 14 മുതൽ 21 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഈ ദിവസം നമുക്ക് ധ്യാനിക്കാനുള്ളത്. ഒരു രോഗിയെ സുഖപ്പെടുത്തുന്ന മനോഹരമായ രംഗമാണ്. സൗഖ്യം നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതാണ്. വേദനകളില്ലാത്ത, രോഗങ്ങളില്ലാത്ത മനുഷ്യരുടെ എണ്ണം വളരെ ചുരുക്കമാണ് നമുക്കറിയാം. എന്നാൽ സൗഖ്യപ്പെടുത്താനുള്ള കൃപ അത് വലിയൊരു അഭിഷേകമാണ്. ചിലരുടെ സാന്നിധ്യം പോലും ചില സൗഖ്യങ്ങൾ സംഭവിക്കാറുണ്ട്. ചിലരുടെ സ്പർശനം മതി വലിയ ആശ്വാസം നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൂടെ ജീവിക്കുന്ന എല്ലാവരും തന്നെ വലിയ രോഗപീഠകളിലൂടെയും മാനസികവും ശാരീരികവുമായ ഒത്തിരിയേറെ സമ്മർദ്ദങ്ങളിലൂടെയും കടന്നു പോകുന്നവരാണ്. ഇതേ ഒരു കാര്യമാണ് ഇന്ന് വചനത്തിലും സംഭവിക്കുക. തൻ്റെ പ്രിയപ്പെട്ട മകൻ അപസ്മാരം പിടിപെട്ട് വേദനിക്കുന്ന മകനെ തൻ്റെ പ്രിയപ്പെട്ട യേശു തമ്പുരാൻ്റെ ശിഷ്യരുടെ അടുത്ത് കൊണ്ട് ചെല്ലുമ്പോൾ അവർക്ക് സുഖം കൊടുക്കാൻ കഴിയാതെ അവരവരെ പിരിച്ചുവിടുന്ന രംഗത്തിൽ ചങ്ക് തകരുന്ന ഒരു അപ്പൻ യേശുവിൻ്റെ മുമ്പിൽ നിലവിളിക്കുന്നൊരു കഥയാണ്. അപ്പോൾ വചനത്തിൽ വളരെ ഹൃദയസ്പർശിയായി, എന്നാൽ ഒത്തിരിയേറെ മനുഷ്യൻ്റെ മനസ്സുകളെ ചലിപ്പിക്കുന്ന ഒരു വചനം കിടപ്പുണ്ട്. ഇങ്ങനെയാണ് ആ വചനം: വിശ്വാസമില്ലാത്തതും വഴിപിഴച്ചതുമായ തലമുറയെ ഞാൻ എന്താ നിങ്ങൾക്ക് കാണിച്ചു തരിക? കൂടെ നടന്ന് യേശു ആരാണെന്നും യേശുവിൻ്റെ പ്രത്യേകത എന്താണെന്നും എന്തിനാണ് നമ്മൾ ജീവിക്കുന്നതെന്നൊക്കെ പഠിപ്പിച്ച് കൂടെ നടന്ന ശിഷ്യന്മാർക്ക് പോലും വിശ്വാസത്തിൻ്റെ ആഴത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ലെന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. വിശ്വാസമില്ലാത്ത ഒരു മനുഷ്യൻ എപ്പോഴും വഴിതെറ്റിപ്പോകും. കാരണം അവൻ്റെ ചിന്തകൾ ദൈവികമല്ല, മാനുഷികമാണ്. മാനുഷിക ചിന്തകൾ ഒരിക്കലും ദൈവികതയിലേക്ക് നമ്മളെ എത്തിച്ചു നിർത്തില്ല. നമ്മുടെ ചോദ്യങ്ങളുണ്ടാകും. എന്തിനാണ്? ചോദ്യങ്ങൾ നമ്മൾ പലപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുക അല്ലേ? നിരീശ്വരവാദികളൊക്കെ ചോദ്യങ്ങളിലാണ് അവസാനിപ്പിക്കുക. എന്തിന് വിശ്വസിക്കണം? എന്തിന് ഇങ്ങനെ ജീവിക്കണം? എന്തിന് ഇങ്ങനെ പ്രവർത്തിക്കണം? ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നാൽ നമുക്കൊരിക്കലും അതിൻ്റെ യഥാർത്ഥ ഉത്തരം കിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ട് മരിക്കുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരവില്ല. രോഗം വന്നിട്ടാണ്. അങ്ങനെയെങ്കിൽ എത്രയോ കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ചു. ആ രോഗത്തെ ഒന്ന് നിയന്ത്രിക്കാൻ നമുക്ക് പറ്റുന്നില്ലല്ലോ. അപ്പോൾ അതിന് ഉത്തരവില്ല. നമ്മൾ ഇന്ന് കിടന്നുറങ്ങാൻ പോകുമ്പോൾ നാളെ എഴുന്നേൽക്കാൻ വേണ്ടി പലതും ചെയ്തു വെക്കാറുണ്ട്. പക്ഷേ നാളെ എന്ന് പറയുന്ന ദിവസത്തെ നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ നാളേക്ക് വേണ്ടി എല്ലാം ഒരുങ്ങാറ്? നമ്മുടെ വിശ്വാസമാണ്. ചോദ്യം ചെയ്താൽ നമുക്ക് ഇന്ന് രാത്രി കിടന്നുറങ്ങാൻ പറ്റില്ല. കാരണം എന്താ? നാളെ നമ്മൾ കാണാത്തൊരു സംവിധാനത്തെക്കുറിച്ച് നമുക്ക് റീസണബിളായിട്ട് ചോദിച്ചുകൊണ്ടിരുന്നാൽ ചോദ്യങ്ങളിൽ തന്നെ നമ്മുടെ ജീവിതം അവസാനിപ്പിക്കും. അപ്പോൾ ഫെയ്ത്ത്, വിശ്വാസമില്ലാതെ ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ട് കഴിയില്ല. നമ്മുടെ കൂടെ ജീവിക്കുന്നവരെ നമ്മൾ വിശ്വസിക്കുക. അവരുടെ മനസ്സ് തുറന്നു കാണാനൊന്നും പറ്റില്ലല്ലോ. എത്രയോ പ്രിയപ്പെട്ടവരാണെങ്കിലും ഏതെങ്കിലും ഒരു കോണിൽ സ്വന്തമെന്ന് പറയുന്ന പല രഹസ്യങ്ങളും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാകും. പക്ഷെ നമ്മൾ അവരെ വിശ്വസിക്കുക. അപ്പനെ, അമ്മയെ, ജീവിത പങ്കാളിയെ, മക്കളെ, പ്രിയപ്പെട്ടവരൊക്കെ നമ്മൾ വിശ്വസിച്ചാണ് ജീവിക്കുന്നത്. ചോദ്യം ചോദിച്ചാൽ അതിനൊന്നും ഉത്തരം കിട്ടിയെന്ന് വരില്ല. ഓക്കെ, എപ്പോൾ ഒരു മനുഷ്യൻ ചോദ്യങ്ങൾ ആരംഭിക്കാൻ തുടങ്ങുന്നുവോ അപ്പോൾ വഴിതെറ്റിപ്പോവും, വഴിപിഴച്ച തലമുറയാകുമെന്ന് പറയാം. ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത അതാണ്. ദേവാലയത്തിൽ കയറാതെ, പ്രാർത്ഥിക്കാതെ ജീവിക്കുമ്പോൾ നമ്മളൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക. എന്തുകൊണ്ട്? എന്തിന്? ശരിയാണ്, റീസൺ വേണം. പക്ഷേ എല്ലാത്തിനും ഉത്തരം ആത്യന്തികമായും ഫെയ്ത്ത്, വിശ്വാസമുള്ള മനുഷ്യന് മാത്രമേ കണ്ടെത്താനായിട്ട് കഴിയുള്ളൂ. ഈശോ ഇന്ന് പറഞ്ഞു അതാണ്: വിശ്വാസമില്ലാത്തതും വഴിപിഴച്ചതുമായ തലമുറയെ ഇനി ഞാൻ എന്താ നിങ്ങളെ പഠിപ്പിക്കേണ്ടത്? എന്താ നിങ്ങളെ കാണിച്ചു തരണ്ടേ? കൂടെ ജീവിച്ചിട്ടും, ഞാൻ ആരാണെന്ന് പറഞ്ഞിട്ടും, അല്ലേ? അപ്പം ഈ വിശ്വാസവും ഇല്ലാതെ നമ്മുടെ തോന്നിവാസത്തിന് ജീവിച്ചാൽ കൂടെയുള്ളവർക്കൊന്നും നമുക്ക് സുഖം കൊടുക്കാനായിട്ട് പറ്റില്ല. ഇതൊരു പ്രതീകമാണ്. രോഗി ഒരു പ്രതീകമാണ്. എന്താണ്? വേദനിക്കുന്നവരുടെ, തകർന്നവരുടെ, ആശ്രയം ആവശ്യമുള്ളവരുടെ പ്രതീകമാണ്. ഇങ്ങനെ ആശ്രയം ആവശ്യമുള്ളവരെ, വേദനിക്കുന്നവരെ, തകർന്നു പോയ ഒരു മനുഷ്യനിലൂടെ രക്ഷപ്പെടുത്തണമെങ്കിൽ അവന് വിശ്വാസത്തിൻ്റെ ബോധ്യങ്ങൾ ആവശ്യമാണ്. അവൻ്റെ വഴി എപ്പോഴും തെറ്റാത്ത വഴികളിലൂടെ സഞ്ചരിക്കുന്നവനായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഒരു മനുഷ്യനെ വീണ്ടെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഈശോയുടെ കൂടെ നടന്ന് ഈശോ കാണിച്ചിരുന്ന എല്ലാ അത്ഭുതങ്ങളും കണ്ട് ദൈവികതയെക്കുറിച്ച് ആഴത്തിൽ പഠിച്ച ഈ ശിഷ്യന്മാർ പോലും അവിടെ പരാജയപ്പെട്ടുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ പരാജയം എത്രയോ വലുതായിരിക്കുമല്ലേ? അതുകൊണ്ട് കുറേ കൂടിയൊക്കെ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമുക്ക് കടന്നു വരാം. നമ്മൾ എന്നും സ്വീകരിക്കുന്ന ദിവ്യകാരുണ്യം,
ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെക്കുറിച്ചൊക്കെ നമ്മളിപ്പോൾ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും നമ്മുടെ തൊട്ടടുത്ത് തന്നെ നമ്മൾ പോയി കാണുകയൊക്കെ ചെയ്യുന്നവരാണ്. ഈശോ ഒരു അപ്പത്തിൻ്റെ ഉള്ളിൽ അവൻ്റെ സാന്നിധ്യത്തെ പ്രകടമാക്കിയത് കാലങ്ങൾ 10-17 വർഷമെടുത്ത് അനേകം ശാസ്ത്രജ്ഞന്മാർ പരിശോധിച്ചതിനൊടുവിൽ അത്ഭുതമെന്ന് സ്ഥിരീകരിച്ച ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ മുമ്പിൽ ഇനിയും എന്തിനാണ് നമ്മളിങ്ങനെ വിശ്വാസത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നത്? കുറേ കൂടിയൊക്കെ നമുക്ക് അടുത്തായിരിക്കാം. അങ്ങനെ ബോധ്യങ്ങളുള്ളവരുടെ അടുത്തേക്ക് മനുഷ്യൻ സൗഖ്യത്തിനായി കടന്നു വരും. അങ്ങനെ ആശ്രയം വേണ്ടവർക്ക് സൗഖ്യം കൊടുക്കാനായിട്ട്, അവരെ നന്മയുടെ വഴിയിലേക്ക് നയിക്കാനായിട്ട്, അവർക്ക് ആശ്വാസം കൊടുക്കാൻ വേണ്ടിയിട്ട്, അവർ കുടുംബത്തെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് വിശ്വാസത്തിൻ്റെ ബോധ്യങ്ങളോടെ ജീവിക്കുന്നതിന് മനുഷ്യനെ സാധിക്കും. അതൊരു അപ്പനായിക്കൊള്ളട്ടെ, കുടുംബത്തിൽ നല്ല പ്രാർത്ഥനകൾ നടത്തുന്ന, നല്ല ജീവിതം നയിക്കുന്ന ഒരു അപ്പന് ആ കുടുംബത്തെ സൗഖ്യപ്പെടുത്താൻ പറ്റും. നന്മയുള്ള, വിശുദ്ധിയുള്ള, ജ്ഞാനമുള്ള, ആത്മീയതയുള്ള ഒരു അമ്മയ്ക്ക് ആ കുടുംബത്തെ സൗഖ്യപ്പെടുത്താൻ പറ്റും. അങ്ങനെയുള്ള ജീവിത പങ്കാളിക്ക് പരസ്പരം ജീവിച്ചു തീർക്കാൻ പറ്റും. ഈ വിശ്വാസം നഷ്ടപ്പെട്ട് ചോദ്യങ്ങളിലേക്ക് ഒടുങ്ങുമ്പോൾ, എനിക്ക് പറ്റില്ലെന്നൊരു യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുമ്പോൾ നമ്മളെ ഓർത്ത് സങ്കടപ്പെടുന്ന ഒത്തിരി മനുഷ്യരുണ്ടാകും. അതുകൊണ്ട് നമുക്ക് ധ്യാനിക്കാം. ഇന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ വിശ്വാസമില്ലാത്തതും വഴിപിഴച്ചതുമായ തലമുറയെന്ന് നമ്മളെ നോക്കി ദൈവം വിളിക്കാതിരിക്കട്ടെ. വിശ്വാസമില്ലാത്തതും വഴിപിഴച്ചതുമായ തലമുറയെന്ന് നമ്മളെ നോക്കി നമ്മുടെ കൂടപ്പിറപ്പുകൾ വിളിക്കാതിരിക്കട്ടെ. നമ്മുടെ അടുത്തേക്ക് സൗഖ്യത്തിനായി കടന്നു വരട്ടെ. ഈശോ പറഞ്ഞില്ലേ, എൻ്റെ അടുത്തേക്ക് വാ, എൻ്റെ അടുത്തേക്ക് കൊണ്ടുവാ. ഈശോയുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും അവിടെ സൗഖ്യം സംഭവിക്കുക. ഒരു കടുകമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് മാറിപ്പോകാൻ പറഞ്ഞാൽ അത് സാധ്യമാകുമെന്ന വചനത്തിലൂടെ നമ്മൾ ഓർമ്മപ്പെടുത്തുക. എന്ന മല നമ്മുടെ മുമ്പിലുള്ള പ്രതിസന്ധിയാണ്, നമ്മുടെ മുമ്പിൽ സങ്കടങ്ങളാണ്, വേദനകളാണ്. ഈ രോഗം ചിലപ്പോൾ മാറിയെന്ന് വരില്ല, പക്ഷേ ഒരു മനുഷ്യന് ആശ്വാസം കൊടുക്കാൻ പറ്റും, ചേർത്ത് പിടിക്കാൻ പറ്റും. ഞാനെൻ്റെ കൂടെ. ഒരു മലയെയാണ് നമ്മൾ മാറ്റിക്കളയുക. ഒറ്റപ്പെടുന്നവരെ, വേദനിക്കുന്നവരെ, സങ്കടപ്പെടുന്നവരെ ചേർത്ത് പിടിക്കുമ്പോൾ അവരുടെ മുമ്പിലുണ്ടാകുന്നൊരു മലയെ മാറ്റാൻ കഴിയുന്ന ആത്മീയ ബോധ്യങ്ങളിലേക്ക് അവരെ വളർത്താൻ നമുക്ക് കഴിയും. അതുകൊണ്ട് നമുക്കും വിശ്വാസത്തിൻ്റെ നല്ല ബോധ്യങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിലും കൂടെ ജീവിക്കുന്നവരിലും സമൂഹത്തിലുമൊക്കെ ആഴമായി വിശ്വസിക്കുവാനും ആ ബോധ്യങ്ങളിൽ ജീവിക്കുവാനും പരിശുദ്ധാത്മാവെ സഹായിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.